യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പലരുടെയും ജീവിതത്തിൽ ഒറ്റപ്പെടലും തിരസ്കരണങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുമ്പോൾ മാനസികമായിട്ട് ഒത്തിരിയേറെ തകർന്നു പോകാറുണ്ട്. ചിലരെങ്കിലുമൊക്കെ ആത്മഹത്യയിലെ ജീവിതമൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എന്ത് പ്രതികൂല സാഹചര്യമുണ്ടായാലും നമ്മൾ ദൈവത്തിൽ തീക്ഷ്ണമായിട്ട് ആശ്രയിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ ഒരു പ്രാർത്ഥിക്കുവാനായിട്ട് ഏതാനും വിഷയങ്ങൾ എൻ്റെ കയ്യിൽ തന്നൊരു പേപ്പറിൽ എഴുതി തന്നു. ഞാനത് വായിച്ചിട്ട് ഒത്തിരിയേറെ വേദന തോന്നി. സിസ്റ്ററിൻ്റെ വീട്ടിൽ 6 മക്കളാണ്. ഈ 6 മക്കളും രോഗികളാണ്. ഒരാൾ തളർന്നു കിടക്കുന്നു, ഒരാൾ വിവാഹം കഴിച്ചിട്ട് ഡിവോഴ്സായി അങ്ങനെ തകർന്നു പോയി, ഒരാൾ ബിസിനസ് നടത്തി തകർന്ന് എല്ലാം അസ്തമിച്ചു പോയി, മറ്റൊരു വ്യക്തിക്ക് ക്യാൻസർ. എന്തെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് എഴുതി തന്ന ആ സിസ്റ്ററിനാണെങ്കിൽ കാൽമുട്ടിന് തേയ്മാനം, മൊത്തത്തിൽ രോഗിയാണ് വർഷങ്ങളായിട്ട്. ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നു, കുടുംബത്തിലെല്ലാവരും രോഗികളാണ്. സാമ്പത്തിക മേഖലയിൽ മൊത്തം തകർന്നു പോയിരിക്കുന്നു. സഹോദരങ്ങൾക്കൊന്നും ജീവിച്ച് മുൻപോട്ട് പോകാനുള്ള ഒരു മാർഗമില്ലാത്തവണ്ണം തകർന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥ, ഒരു കണ്ണുനീരിന്റെ ഒരു വലിയ വേദനയെക്കുറിച്ചാണ് ആ സിസ്റ്റർ എന്നോട് പ്രാർത്ഥിക്കുവാനായിട്ട് എഴുതി തന്നത്. അത് വായിച്ചിട്ട് തന്നെ മനസ്സിന് ഒത്തിരിയേറെ ഭാരം തോന്നി. ആര് എന്നെ സഹായിക്കും? ആര് എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരും? ആര് ഉണ്ട് എന്നെ ഒന്ന് താങ്ങുവാൻ, ആശ്വസിപ്പിക്കുവാൻ? തകർന്ന് തരിപ്പണമാകുമ്പോൾ ഒരുപക്ഷേ കൂടെ നിന്നവർ ആരും ഉണ്ടാവത്തില്ല. പക്ഷേ യേശു നിന്റെ കൂടെ ഉണ്ടാകും. നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. സങ്കീർത്തനം 121 മുതലുള്ള വചനങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഞാൻ ഉയരങ്ങളിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തുക. പർവ്വതങ്ങളിലേക്ക്, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം ദൈവത്തിൽ നിന്ന് വരും. ഹല്ലേലൂയ. എന്നെ സഹായിക്കുവാൻ എൻ്റെ ദൈവമുണ്ട്. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവുണ്ട്. എന്നെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നെ ആര് സഹായിക്കും? സഹായം നിനക്ക് സ്വർഗത്തിൽ നിന്ന് വരും. നിന്റെ ബുദ്ധിയിൽ നീ ആശ്രയിക്കരുത്, നിന്റെ കഴിവിൽ നീ ആശ്രയിക്കരുത്, നീ നിന്റെ ബന്ധുക്കളെ, ബന്ധുജനങ്ങളുടെ ബലത്തെ ആശ്രയിക്കരുത്, കൂട്ടുകാരുടെ ശക്തിയിൽ നീ ആശ്രയിക്കരുത്, നിന്റെ ധനത്തിൽ നീ ആശ്രയിക്കരുത്, ഒരു മനുഷ്യനിലും അധികാരമുള്ളവരിലും നീ ആശ്രയിക്കരുത്. നിനക്കെന്തു വന്നാലും നീ നിന്റെ ദൈവത്തിൽ, നിന്റെ സ്രഷ്ടാവിൽ ആശ്രയിക്കുക. അവൻ നിന്നെ പരിപാലിക്കും. നിന്നെ പരിപാലിക്കുവാൻ അവൻ കഴിവുറ്റവനാണ്, അവൻ സർവശക്തനാണ്. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശം സൃഷ്ടിച്ച, ഭൂമി സൃഷ്ടിച്ച, ഭൂമിക്ക് അടിയിലുള്ള സൃഷ്ടിച്ച, എല്ലാറ്റിനെയും സൃഷ്ടിച്ച എൻ്റെ ദൈവം എന്നെ സഹായിക്കാനുണ്ട്. ആർക്കും എന്നെ തകർത്തു തരിപ്പണമാക്കാൻ പറ്റില്ല.
ഏത് തകർച്ചയിൽ നിന്നും ദൈവം എന്നെ ഉയർത്തും. ഏത് കണ്ണുനീരിൽ നിന്നും കർത്താവ് എന്നെ ഉയർത്തും. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകുമ്പോൾ എന്നെ മാറോട് ചേർക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും എന്നെ കൈവിടുമ്പോൾ രണ്ട് കൈകളിൽ, ആണിപ്പാടുന്ന കൈകളിൽ എന്നെ കോരിയെടുക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നിന്നെ സഹായിക്കുവാൻ അവനുണ്ട്. നിരാശപ്പെടണ്ട, ദുഃഖത്തിലേക്ക് പോകണ്ട, ആത്മഹത്യ ചിന്തയിലേക്ക് പോകണ്ട. നിന്നെ സഹായിക്കുവാൻ യേശു ഉണ്ട്. നിനക്ക് സഹായം സ്വർഗത്തിൽ നിന്ന് വരും. നിന്റെ കണ്ണുകളും നിന്റെ മനസ്സുകളും നിന്റെ ചിന്തകളും സ്വർഗത്തിലേക്ക് ഉയർത്തുക, സ്വർഗത്തിലേക്ക് ഉയർത്തുക. കുരിശിൽ ഉയർത്തപ്പെട്ടവന്റെ മുഖത്തേക്ക് നോക്കുക. നിനക്ക് സഹായം അവിടെ നിന്ന് വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. കർത്താവേ, ദൈവജനത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രത്യാശ നിറയ്ക്കണമേ, സന്തോഷം നിറയ്ക്കണമേ, സമാധാനം നിറയ്ക്കണമേ, ആനന്ദം നിറയ്ക്കണമേ, ധൈര്യം നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 118 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. ദുരിതങ്ങളിൽ അകപ്പെട്ടവരുടെ പ്രാർത്ഥന, കണ്ണുനീരിൻ്റെ പ്രാർത്ഥന, നിസ്സഹായാവസ്ഥയുടെ പ്രാർത്ഥന, നിസ്സഹായന്റെ പ്രാർത്ഥന, വിധവയുടെ പ്രാർത്ഥന കർത്താവ് ഉടൻ കേൾക്കും. ഹല്ലേലൂയ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ദുരിതങ്ങളിൽ അകപ്പെട്ടവർ അവിശ്വാസിയെ പോലെ ചിന്തിക്കാതെ വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കർത്താവ് നിന്നെ സഹായിക്കും. ഉറപ്പാണ്, അവൻ സ്വർഗം വിട്ട് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിച്ചു. ദുരിതത്തിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ. സാമ്പത്തികമായിട്ട് തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട ഒരു മകൻ, ജീവിക്കാൻ ഒരു മാർഗമില്ല, ഭാര്യയും 3 മക്കളും, ഒരു മാർഗമില്ല. ആത്മഹത്യനായിട്ട് തീരുമാനമെടുക്കുക. കുമ്പസാരത്തിന് നിന്ന് അച്ഛനോട് തകർച്ചയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ആത്മഹത്യയും. ആ അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഇതാ ആ മകൻ നമ്മുടെ ഒരു ധ്യാനത്തിന് വന്ന് പങ്കെടുക്കുക. ധ്യാനം കൂടി ആ മകനെ യേശു തൊട്ടു. തുടർന്ന് ഭാര്യയും മക്കളും ഒക്കെ ധ്യാനം കൂടി. കർത്താവ് അങ്ങോട്ട് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. എല്ലാം നഷ്ടപ്പെട്ട് സീറോയിലായിരുന്ന, 1 സെന്റ് ഭൂമി പോലും ഇല്ലായിരുന്ന ആ മക്കൾക്കിപ്പോൾ വീട് വയ്ക്കാനുള്ള ഭൂമിയായി കഴിഞ്ഞു. മക്കൾ പഠിക്കുന്നു, മൂത്തകുട്ടി നഴ്സിങ്ങിന് പഠിക്കുന്നു. ആ കുടുംബം മുഴുവനെയും കർത്താവ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. ആ കുടുംബം മുഴുവൻ കർത്താവിൻ്റെ സ്വന്തമായിട്ട് മാറുക. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ അവർ കർത്താവിനെ തേടി, കർത്താവിനെ തേടി, കർത്താവിൻ്റെ വചനം ശ്രവിച്ചു, കർത്താവിനെ ആരാധിച്ചു. ദുരിതങ്ങളിൽ നിന്ന് അവൻ അവരെ മോചിപ്പിച്ചു. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടതൊക്കെ നിർലോഭമായിട്ട് കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുക. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടത്തില്ല. എൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടാൽ ഞാൻ ഭയപ്പെടത്തില്ല. എൻ്റെ ബിസിനസ് തകർന്നാൽ ഞാൻ ഭയപ്പെടത്തില്ല. ജോലി നഷ്ടപ്പെട്ടാൽ ഞാൻ ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു മകൻ എന്നോട് പങ്കുവെച്ച ഒരു അനുഭവമാണ്. ഒരു സ്ഥലത്ത് ജോലി ചെയ്യാം, ഞായറാഴ്ച അവധി കൊടുക്കത്തില്ല, ഞായറാഴ്ചയും ജോലിക്ക് പോകണം. എന്നോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മകനോട് പറഞ്ഞു, ഞായറാഴ്ച ജോലി ചെയ്തിട്ട് ആ ശമ്പളം വേണ്ട, ധൈര്യമായിട്ട് ജോലി രാജിവെച്ചു, അടുത്ത ജോലി കർത്താവ് നൽകും. ആ മകനത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ധ്യാനം കഴിഞ്ഞ് പോയിട്ട് ആദ്യമേ ചെയ്തത് ഈ ഒരു തീരുമാനം. ആ കമ്പനി പറഞ്ഞു, ഞായറാഴ്ച ഞാൻ ജോലിക്ക് വരത്തില്ല. അവർ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ദൈവം പുതിയ വഴി തുറന്നു. ചെങ്കടലിന്റെ മധ്യത്തിൽ വഴി തുറന്നവനിതാ പുതിയ വഴി തുറക്കുന്നു. ജോലി ഉപേക്ഷിച്ച അവന് ഇരട്ടി ശമ്പളത്തിൽ മറ്റൊരു കമ്പനിയിൽ കർത്താവ് ജോലി കൊടുത്തു. ആ കമ്പനി ചെന്നപ്പോൾ ആദ്യമേ ഈ മകൻ പറഞ്ഞ ഡിമാൻഡ് ഇതാ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ജോലിക്കാരനാണ്, പറഞ്ഞ ഡിമാൻഡ് ഇതാ, ഞാൻ ഞായറാഴ്ച ജോലി ചെയ്യത്തില്ല. കമ്പനി പറയുന്നു, നീ ഞായറാഴ്ച ജോലിക്ക് വരണ്ട. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി.
ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തില് വചനത്തിനനുസരിച്ച് തീരുമാനമെടുത്തു. നിന്നെ സഹായിക്കുവാൻ, നിന്റെ മുൻപിൽ നടക്കുവാൻ കർത്താവ് കൂടെയുണ്ട്. യേശയ്യാ 45:2 നിനക്ക് മുൻപേ ഞാൻ പോയി മലകളെ നിരപ്പാക്കും, ഇരുമ്പോടാമ്പൽ ഒടിക്കും. നിന്റെ മുൻപിലുള്ള സകല തടസ്സങ്ങളെ കർത്താവ് തകർക്കും. പ്രതിസന്ധികളെ അവൻ തകർത്ത് തരിപ്പണമാക്കും. നിന്റെ മുൻപിൽ പൂട്ടിപ്പെട്ടിരിക്കുന്ന എല്ലാ ഇരുമ്പോടാമ്പലുകളും കർത്താവ് തകർത്ത് നിനക്ക് വേണ്ടി പുതുവഴികൾ തുറക്കും. ഉറപ്പായത് തീരുമാനമെടുത്തോ. നീ കർത്താവിൻ്റെ കൂടെ നിന്നു, കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊള്ളുക. ഹല്ലേലൂയ. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. സങ്കീർത്തനം 118:7 എന്നെ സഹായിക്കാൻ കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. എന്നെ സഹായിക്കാൻ എൻ്റെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട്. ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാവണം. എന്നെ സഹായിക്കാൻ കർത്താവിൻ്റെ പക്ഷത്തുണ്ട്. എപ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്ത് നിൽക്കും. കർത്താവ് നിന്റെ പക്ഷത്ത് നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം നീ അനുസരിക്കണം, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. പരിശുദ്ധാത്മാവിനാൽ നീ നയിക്കപ്പെടണം. കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് നീ ജീവിക്കുമ്പോൾ കർത്താവ് നിന്റെ പക്ഷത്തു നിൽക്കും. ആർക്കും നിന്നെ തകർക്കാനായിട്ട് പറ്റില്ല. ഹല്ലേലൂയ. ഒരു ശത്രുവിനും ഒരു ശക്തിക്കും നിന്നെ തകർക്കാനോ തകർത്ത് തരിപ്പണമാക്കാനോ സാധിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവ് നിന്റെ പക്ഷത്തുണ്ടാകണമെങ്കിൽ നീ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. എന്നോട് ചേർന്ന് നിൽക്കുന്നവനോട് ഞാനും ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. കരമുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ മഹത്വം. അങ്ങ് എൻ്റെ പക്ഷത്ത് ഉള്ളതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ, അങ്ങൻ്റെ കൂടെയുണ്ട്. ഞാൻ അങ്ങയുടെ വചനമനുസരിക്കും. അങ്ങയുടെ പാതയിലൂടെ ഞാൻ മുൻപോട്ട് നടക്കും. മുൻപിലും പിൻപിലും കാവലായിട്ട് കർത്താവേ അങ്ങൻ്റെ കൂടെ ഉള്ളതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. സങ്കീർത്തനം 118:8 പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. മനുഷ്യനിൽ നീ ആശ്രയിക്കരുത്. മനുഷ്യന്റെ ബുദ്ധിയിലോ മനുഷ്യന്റെ കഴിവിലോ നീ ആശ്രയിക്കരുത്. ഹല്ലേലൂയ. ഒരു സഹോദരൻ തന്റെ നിസ്സഹായാവസ്ഥ പറയുകയാണ്. രോഗം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുകയാണ്. പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല. ഹാർട്ടിൻ്റെ ബ്ലോക്കുകളാണ്. പക്ഷേ അത് ഒരു ബൈപ്പാസ് സർജറി നടത്താനായിട്ട് പറ്റില്ല. ശ്വാസകോശത്തോട് ചേർന്ന് മഴയുണ്ട്. മൊത്തത്തിൽ ഹാർട്ട് വീക്കാണ്. ഓപ്പറേഷൻ ഒന്നും പറ്റില്ല. മെഡിക്കൽ സയൻസ് കൈയൊഴിയുക. മെഡിക്കൽ സയൻസ് പറയുകയാണ്, ഡോക്ടേഴ്സ് പറയുകയാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ദൈവത്തിൽ ആശ്രയിക്കുക. ഡോക്ടറിൽ ആശ്രയിക്കരുത്, ശാസ്ത്രജ്ഞനിൽ ആശ്രയിക്കരുത്, ബുദ്ധിമാന്മാരിൽ ആശ്രയിക്കരുത്. വചനം പറയുകയാണ്, നീ മനുഷ്യനിൽ ആശ്രയിക്കരുത്. ഒരുപക്ഷെ മനുഷ്യന് കഴിവുകളുണ്ട്. ദൈവം ദാനമായി നൽകിയ കഴിവുകൾ, സിദ്ധികളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറം ദൈവം പ്രവർത്തിക്കും. ചിലപ്പോൾ അവരൊക്കെ കൈമലർത്തും. മനുഷ്യൻ കൈ മലർത്തി കാണിക്കുമ്പോൾ ആ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ യേശു കൈകൾ ഇങ്ങനെ വിടർത്തി കാണിക്കുമ്പോൾ ആ കൈകളിൽ ആണിപ്പാടുണ്ട്. ആ മുറിവിലൂടെ സൗഖ്യമുണ്ട്. സൗഖ്യം തരുന്നവനാ അവൻ. അവന്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. നീ മനുഷ്യനിൽ ആശ്രയിക്കരുത്. എന്ത് പ്രതിസന്ധി വന്നോട്ടെ, ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും മനുഷ്യനിലോ നിന്റെ ബന്ധുക്കളിലോ രാഷ്ട്രീയക്കാരിലോ സമ്പന്നന്മാരിലോ ഉന്നതന്മാരിലോ ഒന്നും നീ ആശ്രയിക്കരുത്. നീ നിന്റെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കൊള്ളുക. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. സമൂഹത്തില് ഉന്നതമായ സ്ഥാനമുള്ളവർ, അധികാരമുള്ളവർ, പ്രശസ്തിയുള്ളവർ, അവരിലൊന്നും നീ ആശ്രയിക്കണ്ട.
നീ എപ്പോഴും നിന്റെ ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തെ ആശ്രയിക്കുക. വചനം പറയുന്നു, സങ്കീർത്തനം 121:3, നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങത്തില്ല. നീ ഏതു വ്യക്തിയിൽ ആശ്രയിച്ചാലും ആ വ്യക്തികളൊക്കെ ഉറങ്ങുന്നവരാ. രാത്രിയെങ്കിലും അവർക്ക് ഉറങ്ങിയേ മതിയാവത്തുള്ളൂ. ഉറക്കം തൂങ്ങാതെ കാത്തിരിക്കുന്ന ദൈവം, നീ ഉറങ്ങുമ്പോൾ ഉറക്കമിളച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ! അത് നമ്മൾ തിരിച്ചറിയണം. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. ഒരുപക്ഷെ കാൽ വഴി വീഴുന്ന അവസ്ഥയില, കാൽ വഴുതി ആഴിയുടെ അഗാധങ്ങളിലേക്ക്, നീർച്ചുഴിയിലേക്ക് വീണുപോകുന്ന അവസ്ഥയിലായിരിക്കാം. ഒരു കച്ചുത്തുരുമ്പിൽ പോലും പിടിക്കാനില്ലാത്ത അവസ്ഥയായിരിക്കാം. നീ ഭയപ്പെടേണ്ട, നിന്റെ കാൽ വഴുതാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കാൽപാദങ്ങളിൽ ആണിപ്പാടുള്ളവൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ കാൽ വഴുതത്തില്ല, നീ വീണുപോകത്തില്ല. അവൻ ഉറക്കം തൂങ്ങത്തില്ല. നീ ഉറങ്ങിയാലും അവൻ ഉറക്കം തൂങ്ങത്തില്ല. ഉറക്കം തൂങ്ങാതെ, ഉറങ്ങാതെ നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവം, നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം, നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം കർത്താവായ യേശു ക്രിസ്തു. അവൻ സ്നേഹമാണ്, അവൻ കരുണയാണ്, അവൻ ദയയാണ്. അവൻ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് നിന്റെ സമ്പൂർണമായ വിടുതലും രക്ഷയ്ക്ക് വേണ്ടിയാ. നീ മനുഷ്യനിൽ ആശ്രയിക്കരുത്, സ്വന്തം മസിൽ ബലത്തിൽ ആശ്രയിക്കരുത്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്, കഴിവിൽ ആശ്രയിക്കരുത്. ഈ ലോകത്തിന്റെ ഒരു നേട്ടങ്ങളിലും നിന്റെ കൈകൾ പിടിമുറുക്കി ആശ്രയിക്കാൻ പാടില്ല. നിന്റെ കൈകൾ ആണിപ്പാടുള്ളവന്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട്, മുറുകെ പിടിച്ചുകൊണ്ട് ആശ്രയിക്കുക. യേശുവേ, എന്നെ സഹായിക്കണം. ആ ഒറ്റ നിലവിളി മതി, അത് സ്വർഗത്തിലെത്തും. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു, ഉപവിഷ്ടനായിരിക്കുന്ന യേശു, നിന്റെ നിലവിളി കേട്ട് സ്വർഗം വിട്ടിറങ്ങി വരും. നിന്നെ കൈകളിൽ താങ്ങുവാൻ, നിന്റെ കൈകളിൽ മുറുകെ പിടിക്കുവാൻ ഉറപ്പാ. അവൻ ഉറക്കം തൂങ്ങാതെ നിന്നെ കാത്തു സൂക്ഷിക്കുകയാണ്. ഹല്ലേലൂയ! വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മൾ ലോകത്തിന്റെ ഒന്നിലും ആശ്രയിക്കാനായിട്ട് പാടില്ല. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. കടുത്ത വേനൽ ചൂടില്, അതായത് ജീവിതത്തിന്റെ കടുത്ത പ്രതിസന്ധികളില്, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് മനസ്സു വെന്തു തീറുമ്പോൾ, മനസ്സുരുകി കരയുമ്പോൾ കർത്താവ് നിന്റെ കൂടെയുണ്ട്. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കത്തില്ല. അതായത് ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിയും നിന്നെ ഉപദ്രവിക്കത്തില്ല. കാരണം സൃഷ്ടാവാണ് നിന്റെ കാവൽക്കാരൻ. ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. അവിടുന്ന് നിന്റെ ജീവനെ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. നിന്റെ ജീവനെ കർത്താവ് സംരക്ഷിക്കും. നിന്റെ ജീവൻ അത് കർത്താവ് സംരക്ഷിക്കും. ഏതവസ്ഥയിലാണെങ്കിലും, ആശുപത്രി കിടക്കിലാണെങ്കിലും, വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും, എവിടെയും ആവട്ടെ, നിന്റെ ജീവനെ കർത്താവ് സംരക്ഷിക്കും. ഹല്ലേലൂയ! സങ്കീർത്തനം 91:7, നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് 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 ഒരർത്ഥവും വരത്തില്ല. ഉറങ്ങാതെ മയങ്ങാതെ കാവൽ നിൽക്കുന്ന ദൈവം. ഹല്ലേലൂയ! നീ ആ ദൈവത്തില് ആശ്രയിക്കാം. അവിടുന്ന് പറയുന്നു, നിന്റെ വ്യാപാരങ്ങളെ എന്നും എന്നേക്കും കാത്തുകൊള്ളും. നിന്റെ ജീവിത വ്യാപാരങ്ങൾ, നിന്റെ ബിസിനസ്സുകൾ, നിന്റെ തൊഴിൽ മേഖലകൾ, വരുമാന മാർഗങ്ങളെ കർത്താവ് കാത്തുകൊള്ളും. തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല. ഇനി തകർന്നു പോയാലും അതിൽ നിന്ന് നിന്നെ 1000 മടങ്ങ് അഭിവൃദ്ധിയിൽ, 10,000 മടങ്ങ് അഭിവൃദ്ധിയിൽ ഉയർത്തുവാനായിട്ടു കഴിയുന്നവനാ നിന്റെ ദൈവം. ഈ വിശ്വാസം, ഈ ഒരു
കരൾ ഉറപ്പ് നമുക്കുണ്ടാവണം. എൻ്റെ ദൈവം സർവശക്തനാ, അവൻ എന്നെ അനുഗ്രഹിച്ചുയർത്തും. ഹല്ലേലൂയ. നിന്റെ ബിസിനസ്, നിന്റെ ജോലി, നിന്റെ കുടുംബം, നിന്റെ മക്കൾ, തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. നീ കർത്താവിനോട് ചേർന്ന് നിൽക്കണം, അവന്റെ വചനത്തോട് എന്നും ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ, നന്ദി പറയട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. നന്ദി പറയുന്നു കർത്താവേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ മുറിവേറ്റ കരം വയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. തകർച്ചകൾ മാറട്ടെ, അഭിഷേകം നിറയട്ടെ, അനുഗ്രഹം ഒഴുകട്ടെ, കടബാധ്യത മാറട്ടെ, രോഗങ്ങൾ യേശുനാമത്തിൽ മാറട്ടെ, ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവട്ടെ, ജോലി വേലകളിൽ ഉയർച്ച ഉണ്ടാവട്ടെ, അഭിവൃദ്ധി ഉണ്ടാവട്ടെ, ജോലികളിൽ പ്രമോഷൻ ലഭിക്കട്ടെ, ജോലി സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാവട്ടെ, യാത്രകളിൽ വലിയ വലിയ ദൈവിക സംരക്ഷണം എല്ലാവർക്കും ലഭിക്കട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തീഷ്ണമായിട്ട് കർത്താവിനെ മുറുകെ പിടിക്കാം, ഈശോയെ നമുക്ക് സ്നേഹിക്കാം. നിന്റെ ദൈവം ഒരിക്കലും ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഇത് മാത്യു, ഇത് ഷേർലി, ഇത് അമല്, ഇത് ഏഞ്ചല്. ഹല്ലേലൂയ. ഇവരെ വിവാഹ പച്ച അടുത്ത പച്ചയിലാണ് വീട്. അവിടെ പച്ചയിൽ ഞാനൊരു ബൈബിൾ കൺവെൻഷൻ നടത്തിയിരുന്നു 2011 അല്ലേ, 11. അന്ന് കൺവെൻഷൻ്റെ സമയത്ത് ഇവർ എൻ്റെ അടുക്കൽ വന്നു ഇങ്ങനെ പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് 19 വർഷമായി, മക്കളില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അന്ന് നമ്മുടെ ധ്യാനം, താമസമുള്ള ധ്യാനം നടക്കുന്നത് പാമ്പാടി ഗുഡ് ന്യൂസിലാണ്. ഞാൻ പറഞ്ഞു, അങ്ങോട്ട് വാ, ഒരു ധ്യാനം കൂടെ കർത്താവ് അനുഗ്രഹിക്കുന്നു പറഞ്ഞു. ഇവർ രണ്ടുപേരുടെ അതിൻ്റെ പിറ്റേ മാസം തന്നെ അവിടെ ധ്യാനത്തിന് വന്നു, പ്രാർത്ഥിക്കാൻ വന്നു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്ന മെസ്സേജ് ഇതാണോ, ഉറപ്പായിട്ടും മക്കളെ കൊടുക്കും. ഹല്ലേലൂയ. ശരിയല്ലേ? ഉറപ്പായിട്ടും മക്കളെ കൊടുക്കുന്ന കർത്താവ് കൊടുത്ത മെസ്സേജ്. ധ്യാനം കൂടിയിട്ട് ഇവർ മടങ്ങിപ്പോയി. പിന്നെ അതിന് ആവശ്യമില്ല. ഷെർലിയെ അനുഗ്രഹിച്ചു. അവൾ ഗർഭിണിയായി. ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങൾ, മിടുക്ക 2 കുഞ്ഞുങ്ങൾ. 20ാമത്തെ വർഷം ഈ 2 കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുക്കുക. കരമടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പച്ച ലൂർദ് മത ചർച്ചിലെ ഇടവക്കാരനാണ്. ഞാൻ കല്യാണം കഴിഞ്ഞത് 1992 കല്യാണം കഴിഞ്ഞിട്ട് 2012 ജൂലൈ 10 തീയതിയാണ് 2 പിള്ളേരുണ്ടാകുന്നത്. 20 വർഷത്തിന് ശേഷം 2 പിള്ളേരെ തന്ന അനുഗ്രഹിച്ച ദൈവത്തിന് 1000 നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും 1000 നന്ദി ദൈവത്തിന്. ഞാൻ പല ധ്യാനങ്ങളും കൂടി ബോംബെയിലായിരുന്നു. ഞാൻ ബോംബെ വെച്ച് കല്യാണം കഴിച്ചു. ഞാൻ അവിടുന്ന് 1995 സൗദിക്ക് പോയി ഓരോ വർഷം വരുമ്പോഴും ഗർഭിണിയോ അബോർഷനായി പോകും. 13 വർഷം ജോലി ചെയ്ത ശേഷം ഞാൻ തിരിച്ചു പോന്നു. കാരണം ആർക്കും വേണ്ടി അധ്വാനിക്കണം, പിള്ളേരില്ലാത്ത അധ്വാനിക്കേണ്ടതൊക്കെ കേടില്ലാത്ത, അതുകൊണ്ട് ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഞാൻ നാട്ടിൽ വന്ന് ബോംബെയിൽ നിന്ന് ഷിഫ്റ്റായിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ സാവു ബ്രദറിൻ്റെ ധ്യാനം കൂടാൻ 2011 ഏപ്രിൽ മാസത്തിൽ ഞാൻ വന്ന് ധ്യാനം കൂടി. ഏപ്രിൽ മാസത്തിൽ ധ്യാനം കൂടുമ്പോൾ ഞാനൊരു വീട് പണി ആരംഭിച്ചിരുന്നു ഞങ്ങളുടെ അടുത്ത് തന്നെ. ആ വീട് പണി ആരംഭിക്കുമ്പോൾ ആ വീട് പണിയും പൂർത്തിയാകണം, പിള്ളേരുമില്ല, വീട് പണി വെക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിൽ ഇങ്ങനെ ധ്യാനം കൂടുന്നതും. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ സഹോദരർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും പിള്ളേരുണ്ടാകാതിരിക്കത്തില്ല, പിള്ളേരുണ്ടാകുമെന്ന് പറഞ്ഞു. ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരർ പിന്നെയും 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴും സഹോദരർ ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ 2012 ജൂലൈ 10 തീയതി 2 പിള്ളേരെ തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ അതിനു മുമ്പ് ഞാൻ പിള്ളേരെ അഡോപ്റ്റ് ചെയ്യാനായിട്ട്, ദത്തെടുക്കാനായിട്ട് ഞാനിവിടെ എറണാകുളത്ത് കളമശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കളമശ്ശേരിയിൽ രാജഗിരി ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു കസിനുണ്ട്. എൻ്റെ അനിയനാണ്, ഫാദറാണ്. ഫാദറിൻ്റെ കെയർ ഓഫിൽ ഞാൻ അവിടെ പോയി ഒരു കൊച്ചിനെ ദത്തെടുക്കാനായിട്ട് തീരുമാനിച്ചു. ദത്തെടുക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ കാണുമ്പോൾ പല നമ്മൾ ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോഴും അതുകൊണ്ടോ ഇത് 450ാമത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് എനിക്ക് കിട്ടി പിള്ളേരെ ദത്തെടുക്കാനായിട്ട്. അതിൻ്റെ എന്തോ കുഴപ്പം കൊണ്ട് അതെനിക്ക് സാങ്ഷനായില്ല. അത് ഞാൻ അവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞാണ് ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടി കഴിഞ്ഞ് 2 പിള്ളേരെ ദൈവം തന്ന് അനുഗ്രഹിച്ച്. ഇതിനുള്ളിൽ ഞാൻ എന്താ അനുഗ്രഹിക്കണം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പിള്ളേർ വന്ന ശേഷം 1 വർഷക്കാലം ഞാൻ ജോലിയില്ലാതെ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുക. പിള്ളേരെ നോക്കാൻ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഗൾഫിൽ നിന്ന് പിന്നെയും വെളി വരുമ്പോൾ ഞാൻ പോകണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എങ്ങനെ പോകും, പോയാൽ കൊച്ചുങ്ങളെ നോക്കാൻ ആരുമില്ല.
പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം രണ്ടാമതും കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഒരു സാഹചര്യം ദൈവം അനുഭവിച്ചു തന്നു. 5 വർഷമായിട്ട് ഞാനിപ്പം വീണ്ടും സൗദിയിലാണ്. അങ്ങനെ തന്ന ദൈവം പിള്ളേരെ തന്നാൽ വളർത്താനൊരു വഴിയും ദൈവം തരുമെന്ന് ഇപ്പം ആ ഒരു ഇതിൽ എനിക്ക് ഉറപ്പായി. കാരണം ഇതിനെ പാല് കൊടുക്കാൻ പോലും വഴിയില്ലാതെ 2 പിള്ളേർക്ക് ഞാൻ നമ്മുടെ പാൽപ്പൊടി വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ സമയം നമുക്ക് ഈ ജോലിയും കൂടെ ശരിയാകുന്നത്. അങ്ങനെ ദൈവം 1000 ഇപ്പോഴും നന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രൊമോഷൻ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് 1000 എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തിന് മതിവരാത്ത അനുഗ്രഹം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം വീടും പൂർത്തിയായി, എല്ലാം നമ്മളിപ്പം സുഖമായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഉറപ്പാണ് മക്കളെ ദൈവം തന്നോ അടുത്ത വഴി നമുക്ക് ഉറപ്പായിട്ട് തരുന്നു. മക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഉയർച്ച, അഭിവൃദ്ധി, നന്മ നമുക്ക് തരും. മാതാപിതാക്കളെ പ്രാർത്ഥിക്കുന്നവരായാൽ മാത്രം മതി. ദൈവം വഴികളെ നമുക്ക് ഇവിടെ തുറന്നുകൊണ്ടിരിക്കും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഇവർ ഈ കുഞ്ഞുങ്ങളെ പൊടിക്കുഞ്ഞുങ്ങളായിരിക്കണം ഉണ്ടായിക്കഴിഞ്ഞിട്ട് എടത്തുവ കൺവെൻഷൻ നടക്കുമ്പോൾ ഇവർ 2 പേരുടെ അവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നു. വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ സ്റ്റേജിൽ ഇരുന്നിട്ട് 2 പേരും ഒന്നും പറഞ്ഞില്ല. 2 പേരിൽ ഈ കുഞ്ഞുങ്ങളുമായിട്ട് 2 പേരും കരഞ്ഞുകൊണ്ട് നിൽക്കുക. അന്ന് ഇവർക്ക് കൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. അതൊരനുഭവമായിരുന്നു. നോക്കുക, 20ാമത്തെ വർഷം ഈ 2 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം. കർത്താവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ ദൈവം വലിയവനാ. വൈദ്യശാസ്ത്രം പറയുന്നു മക്കളുണ്ടാവത്തില്ല, എല്ലാവരും പറയുന്നു മക്കൾ ജനിക്കത്തില്ല, കൗണ്ടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയും. നിങ്ങൾ അത് വിശ്വസിക്കാൻ വരട്ടെ. സർവശക്തനായ കർത്താവിന് മക്കളെ തന്ന് അനുഗ്രഹിക്കാൻ സാധിക്കും. മക്കളില്ലാത്ത ദമ്പതികൾ സങ്കടപ്പെടരുത്. ഇത് ഏറ്റവും വലിയ സാക്ഷ്യമാണ്. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.